ഈ ആഴ്ച റിലീസിനെത്തുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക 4 പ്രധാനപ്പെട്ട റിലീസുകളായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ കർണാടകയിലാണെങ്കിൽ അല്ലെങ്കിൽ കന്നഡ സിനിമകൾ റിലീസാവുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമ ഈ ആഴ്ച ഇറങ്ങുന്നുണ്ട്. ബംഗാളി സിനിമകൾ റിലീസാവുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു സിനിമയുണ്ട്. അതല്ലാതെ 1-2 ഹോളിവുഡ് സിനിമകളും കൂടി ഈ ആഴ്ച ഗംഭീരമാകും എന്നൊരു ഫീൽ എനിക്ക് തന്നിട്ടുണ്ട്. അതിനെ കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമസ്കാരം. നമുക്ക് വിഷു എത്താൻ പോവാണ്. വിഷുവിന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇല്ലേ, അതൊരു ഹരമാണ് കുറേ ആളുകൾക്ക്. പക്ഷേ ആ പടക്കം പൊട്ടിച്ച് വെറുതെ ശബ്ദമായും പുകയായും മാത്രം കളയുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ഫാമിലി ആയിട്ടൊരു സിനിമയ്ക്ക് പോകുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആഘോഷങ്ങൾ ഇല്ലാതാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പടക്കത്തിൻ്റെ ശബ്ദം പ്രശ്നമുള്ള ആളുകളുണ്ട്, പുക പ്രശ്നമുള്ള ആളുകളുണ്ട്, പിന്നെ അതിനോട് യോജിക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പൊന്നോമനകളായ ജന്തുജീവി വർഗ്ഗങ്ങൾക്കും പിന്നെ പലതരം ആരോഗ്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കും പടക്കം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ്. ഇതിനെല്ലാത്തിനെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു ചെറിയ പങ്ക് സിനിമ കാണാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നശിച്ച് നൊറോണക്കല്ലെടുത്തിരിക്കുകയാണ് എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്ന, എന്നാൽ ഇന്ത്യയിലെ മുഴുവൻ ഫിലിം ഇൻഡസ്ട്രീസും എടുത്തു നോക്കുമ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രിക്കും തിയേറ്റർ വ്യവസായത്തിനും ഇതൊരു കൈത്താങ്ങായിരിക്കും. അപ്പോൾ ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 4 സിനിമകളെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. ഒന്ന്, ഡീനു ഡെന്നി സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ്. മമ്മൂക്കയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോനുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, ഹക്കീം ഷാ ഉണ്ട്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന താരനിരയുമായി വരുന്ന സിനിമയാണ്. മമ്മൂക്കയുടെ സ്റ്റൈൽ തന്നെയാണ് അവർ ആ ട്രെയിലറിലും ടീസറിലും ഒക്കെ മാക്സിമം കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങേര് മുറ്റ് സ്റ്റൈലാണ്, പുള്ളിയെ കണ്ടുകൊണ്ടിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. എൻ്റെ ഉള്ളിൽ നിന്ന് അയ്യോ ഇതൊന്നും കാണണം, മമ്മൂക്കയുടെ പടമാണ്, അതിനകത്ത് എന്തെങ്കിലും കാണും എന്ന് പറയുന്നൊരു പ്രതീക്ഷ എൻ്റെ ഉള്ളിലുണ്ട്. തീർച്ചയായും ഞാൻ ആദ്യം കാണാൻ ബുക്ക് ചെയ്തിരിക്കുന്ന സിനിമയും ബസൂക്ക തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും കൂടി തിയേറ്ററിലേക്ക് ആളുകളെ ഇടിച്ച് കയറ്റാവുന്ന രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം തോന്നിയ സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്നത്. അതിൻ്റെ ട്രെയിലറും ടീസറും മാത്രമാണ് ഒരു ഹെവി പ്രൊമോഷണൽ എന്ന് പറയാവുന്ന കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. ബാക്കി അവർ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ആ ഒരു റീച്ചിലേക്ക് വരുന്നില്ലല്ലോ. രണ്ടാമത്തെ സിനിമ, ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ ഞാൻ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ആലപ്പുഴ ജിങ്കാനയാണ്. നസ്ലൈനും ലുക്മാനും ഗണപതിയും ഒക്കെ അടങ്ങുന്ന ഒരു യുവ താരനിരയാണ് സിനിമയിലുള്ളത്. വലിയ താരപേരുകളൊന്നും തന്നെ സിനിമയിലില്ല. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഡ്രൈവർ ഏട്ടൻ ഖാലിദ് റഹ്മാനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. പേഴ്സണലി അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു വലിയ ഫാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സിനിമകളെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലനേഷൻസ് വരെ ചെയ്തിട്ടുണ്ട്. പുള്ളി സിനിമകളെ കൈകാര്യം ചെയ്യുന്ന, കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന, അവരുടെ മാനസികാവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വൻ പരിപാടികൾ പിടിക്കുന്ന സംവിധായകനാണ് പുള്ളി. ആൻഡ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്പോർട്സ് ഐറ്റംസിൽ ഒന്ന് തന്നെയാണ് ബോക്സിംഗ് എന്ന് പറയുന്നത്. ഒരു അടിപൊളി പരിപാടിയാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേരുന്ന ആലപ്പുഴയിലെ കുറച്ച് കുരുത്തംകെട്ട പിള്ളേർ അവർ ഈ ഒരു സ്പോർട്സിലേക്ക് വന്ന് പെടുന്നു. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അത്യാവശ്യം രസമുള്ളൊരു പടമായിരിക്കും. ത്രൂ ഔട്ട് നമ്മളെ ഇമോഷണലി ആണെങ്കിലും ഹ്യൂമർ കൊണ്ടാണെങ്കിലും ഈ പറയുന്ന സ്പോർട്സ് ഐറ്റത്തിൻ്റെ ഒരു പഞ്ച് കൊണ്ടാണെങ്കിലും പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയായി എനിക്ക് തോന്നുന്നു. വിഷുവിന് ഇറങ്ങുന്ന സിനിമകളിൽ അല്ലെങ്കിൽ വിഷുവിനോടനുബന്ധിച്ച് റിലീസാവുന്ന സിനിമകളിൽ കുറേ ദിവസം തിയേറ്ററിൽ നിലനിന്ന് ഹിറ്റടിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നത്. വിഷ്ണു വിജയുടെ മ്യൂസിക് സിനിമയ്ക്കൊരു വലിയ ഉപകാരമാവും എന്നാണ് തോന്നുന്നത്. വലിയൊരു ട്രെൻഡ് സെറ്ററായി അതിലെ പാട്ടുകൾ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ സിനിമയും കൂടി ചേർത്തെങ്കിൽ വരുമ്പോൾ സാധനം കയറി പൊക്കോളും. പിന്നെ ജിംഷി ഖാലിദിൻ്റെ ക്യാമറയാണ്. ഇത് ആക്ഷന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ബോക്സിംഗ് എന്ന് പറയുന്നത് സ്പീഡ്, സ്റ്റാമിന, ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളൊരു ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഇവർക്ക് വിഷ്വലി കൊണ്ടുവരാൻ പറ്റും, അതിൻ്റെ ഒരു പഞ്ച് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തീർച്ചയായും ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. അജിത് നായകനാവുന്ന ഗുഡ് ബാഡ് അഗ്ലി, അത് ഈ വിഷു റിലീസുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ കാണാൻ തീരുമാനിച്ചിട്ടുള്ള സിനിമയായിരിക്കും. അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കണം. എൻ്റെ മോനെ എന്താ രസം എന്നറിയോ. ആൻഡ് അജിത് എന്ന് പറയുന്ന ആ ഒരു അഭിനേതാവിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റാറിൻ്റെ ഒരുപാട് ആരാധകരുള്ള അദ്ദേഹത്തിൻ്റെ കുറേ സ്റ്റൈലിഷ് സ്റ്റേറ്റ്മെൻറ്റുകളും പുള്ളിനെ കാണാനും പുള്ളിയുടെ ആ ഒരു വിഷ്വൽ പരിപാടികളൊക്കെ നമ്മൾ കുറേ നാളായി അജിത്തിനെ ഇങ്ങനെ കണ്ടിട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അജിത്തിൻ്റെ പടമൊക്കെ വെളുപ്പിന് 5 മണിക്ക് ഫാൻ ഷോയ്ക്ക് പോയി കണ്ട ഓർമ്മയൊക്കെ ഉണ്ട്. എൻ്റെ മോനെ തല്ലിപ്പൊളി പടങ്ങൾ അങ്ങനെ കാണേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫീലുണ്ട്. അജിത്തിൻ്റെ ഓരോ പടം വരുമ്പോഴും ഇതിൽ പൊളിക്കും എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. അതിൻ്റെ കൂടെ ആദിക് രവിചന്ദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ കൂടി ചേരാണ്. മാർക്ക് ആൻ്റണി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. മാർക്ക് ആൻ്റണിയിലെ പല സീനുകളും ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ള, പിന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ VFX പരിപാടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധായകനാണ്. ലൈറ്റും കളറും അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയൊക്കെ ഭയങ്കര രസമാണ്. അതിൻ്റെ
എല്ലാം തികയുന്നൊരു അടിപൊളി മേക്കിംഗ് ഒരു പാക്കേജ് ആയിരിക്കും. വിഷു എനിക്കൊന്ന് തമിഴ്നാട്ടിൽ നൽപ്പുത്തണ്ടാണ്, പുതിയ വർഷമാണ്. അപ്പം നൽപ്പുത്തണ്ട് വാഴ്ത്തുക്കൾ എന്ന് അടിപൊളിയായിട്ട് പറയാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ചിയ പടമായിരിക്കും എന്ന് പറയുന്ന എല്ലാ പ്രതീക്ഷയോടും കൂടിയാണ് ഞാൻ ആ പടത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. GV പ്രകാശിൻ്റെ മ്യൂസിക്കും കിഡിലോസ്കി വിഷ്വൽസുമാണ്. പറ്റുമെങ്കിൽ ട്രെയിലർ ഒന്നുകൂടി കണ്ടു നോക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ സിനിമകളുടെയും ട്രെയിലർ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 4ാമത്തെ പടം മരണമാസമാണ്. ഈ ആഴ്ചത്തെ റിലീസുകളിൽ ഞാൻ ആദ്യം ബുക്ക് ചെയ്തിരിക്കുന്നത് ബസൂക്ക, ഗുഡ് ബാഡ് അഗ്ലി, അത് കഴിഞ്ഞ് മരണമാസമാണ്. ആലപ്പുഴ ജിംഖാന ഞാൻ വെള്ളിയാഴ്ചയെ കാണുള്ളൂ. എനിക്കത് കുറച്ച് സമാധാനമായിട്ടിരുന്ന് കാണണമെന്നുണ്ട്. ഈ കുറേ എണ്ണത്തിൻ്റെ ഇടയിൽ അല്ലാതെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അത് 4ാമത്തെ ദിവസത്തേക്ക് വെച്ചു. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം 4-5 സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ 3-ൽ ഒതുക്കുകയാണ്. അപ്പോൾ മരണമാസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി ആയിട്ടൊരു പടത്തിന് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ വീട്ടിൽ കുട്ടികളുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരാലോചിക്കുക, പിള്ളേർ ഒരു 2-2.5 മണിക്കൂർ ഇരുട്ടുള്ള മുറിയിലിരിക്കില്ല. അപ്പോൾ അവർക്ക് കൂടി ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് അവരങ്ങനെ ഇരിക്കുള്ളൂ. ഒന്നെങ്കിൽ അവരെ കാണിച്ച് അത്ഭുതപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ വേണം. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന ഫോണും ടാബും ഒക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന വിഷ്വൽസ് എനിക്കറിയില്ല എത്രത്തോളം സിനിമകളിൽ വരുന്നുണ്ടാവുമെന്ന്. പിന്നെ ഈ പറയുന്ന ഗുഡ് ബാഡ് അഗ്ലി ആണെങ്കിലും ഇപ്പം മമ്മൂക്കയുടെ തന്നെ വരാൻ പോകുന്ന സിനിമയാണെങ്കിലും അതൊക്കെ ഒരു മൈൻഡ് ഗെയിം പരിപാടിയൊക്കെ ആയിട്ടാണ്, ഗെയിമൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. കുറച്ച് ഗ്രോണപ്പ് ആളുകൾക്ക് കണക്ട് ആവാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ മരണമാസം എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ കോമഡി പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതായത് ത്രൂ ഔട്ട് ചിരിക്കാനുള്ള ഡയലോഗിലും അതുപോലെ ശരീരഭാഷയിലും ഒക്കെ ചിരിപ്പിക്കാനുള്ള എലമെൻറ്റുകൾ കൊണ്ടുവരുന്ന ബേസിൽ അങ്ങനത്തെ ഒരു ഇമേജും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നന്നായി ഉപയോഗിക്കുന്ന രീതിയിൽ ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. സുരേഷ് കൃഷ്ണ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അഭിനേതാവ് കൂടിയ സിജു സണ്ണിയാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പ്രൊമോഷണലായിട്ട് അവർ ഇറക്കിയിട്ടുള്ള ആ ഒരു ടീസർ കട്ടാണെങ്കിലും ഇതിൻ്റെ ട്രെയിലർ ആണെങ്കിലും ഒക്കെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അങ്ങനെ ഫാമിലി ഓപ്റ്റ് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് ഞാൻ മരണമാസിനെ വിലയിരുത്തുന്നത്. നിരാശ ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയും ഉണ്ട്. ഇത്രയും പറഞ്ഞത് പ്രധാനപ്പെട്ട റിലീസുകളായി, ഒരുപക്ഷെ ഈ വെള്ളിയാഴ്ച റിലീസാവുന്ന സിനിമകളിൽ പ്രധാന റിലീസുകളെ പരിഗണിച്ചിട്ടുള്ള സിനിമകളാണ്. ഇനി അതല്ലാതെ ഈ വീക്കെൻഡിൽ 10, 11, 12 തീയതികളിലായി ഇന്ത്യ ഒട്ടാകെ റിലീസാവുന്ന ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളുടെയും ട്രെയിലറുകൾ കുത്തിയിരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നന്നായി വരാൻ സാധ്യത ഉണ്ടാവും എന്ന് തോന്നുന്ന ട്രെയിലറുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കുറേ തല്ലിപ്പൊളി പടങ്ങളുടെ എന്ന് വെച്ചാൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ പയ്യേ ഇതൊക്കെ കാണിച്ചു വെച്ചേക്കണം എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്നത് പോലത്തെ ട്രെയിലേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. മീര എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. തുളുവാണ് ഭാഷ. മ്യൂസിക്കാണ് ട്രെയിലർ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കൊരു അട്രാക്റ്റീവ് സംഭവമായിട്ട് തോന്നിയത്. വിഷ്വലി അങ്ങനെ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ഒരു പ്രത്യേകതരം എഡിറ്റിങ്ങിൽ നമുക്ക് പുകഴ്ത്താൻ തോന്നുന്നതോ അങ്ങനെയുള്ള ഒന്നും തന്നെ തോന്നിയിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ വൈബൊക്കെ തന്നെയുള്ളൂ. പക്ഷേ മ്യൂസിക് സൈഡ് നല്ല രസമുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ ഒരു കഥ ഞാൻ മനസ്സിലാക്കുന്നത്, തുളു എനിക്കങ്ങനെ മുഴുവനായിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല, പക്ഷേ മൊത്തത്തിൽ മനസ്സിലാവുന്നത് ഒരു പെൺകുട്ടി സിനിമ അഭിനയമോഹിയാണ്. അവൾ പക്ഷേ ഈ പറയുന്ന സോ കോൾഡ് നായികാ സങ്കല്പത്തിലൊന്നും നിൽക്കുന്ന ഒരു ശരീരഭാഷയൊന്നുമല്ല. അങ്ങനെ ഒരു കുട്ടി അഭിനേത്രി ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രഗിൾസും ഒക്കെയാണ് ആ സിനിമയിൽ കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവേ നമ്മൾ കാണുന്നത് ഈ നായകനാവാൻ അല്ലെങ്കിൽ നടനാവാൻ ആഗ്രഹിച്ചിട്ടുള്ള ആൺകുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ഇന്ത്യൻ സിനിമാ ലോകം കൽപ്പിച്ചുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നായിക ലുക്കുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് നായിക അല്ലെങ്കിൽ നായികയുടെ കൂട്ടുകാരി എന്ന് പറയുന്ന പോലത്തെ നമ്മുടെയൊക്കെ ഉള്ളിൽ അവർ പതിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി ഒരു അഭിനേത്രി ആവാൻ മോഹിച്ച് മുന്നോട്ട് വരുമ്പോൾ അവൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ എനിക്ക് ആ തീമിൽ എന്തെങ്കിലും കാണും എന്ന് തോന്നുന്നുണ്ട്. നിരാശപ്പെടുത്താതിരുന്നാൽ നല്ലതായിരുന്നു. പക്ഷേ തുളു ആണ് കേരളത്തിൽ റിലീസില്ല. അഥവാ നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. മറ്റൊരു സിനിമ ഒരു ബംഗാളി സിനിമയാണ്. പുരാതൻ എന്നാണ് സിനിമയുടെ പേര്. ഋതുപർണ സെൻ ഗുപ്ത ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത്. സുമൻ ഘോഷാണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഒരു അമ്മൂമ്മ വിഷ്വൽ ഭയങ്കര രസമാണ്. ഭയങ്കര നമ്മളിങ്ങനെ പറയില്ല, ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള നല്ല രസമുള്ള വിഷ്വൽസ് എന്ന് പറയില്ല, അങ്ങനത്തെ വിഷ്വൽസ്. മ്യൂസിക് വന്ന് കയറുന്നതാണെങ്കിൽ എന്ത് രസമാണെന്ന് പറയും. അലോകനന്ദ ദാസ് ഗുപ്തയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ട് ഇങ്ങനെ പോകുന്നു ട്രെയിലറിൽ. ആൻഡ് ഈ പറയുന്ന അമ്മൂമ്മ, അവർക്ക് ഒരു മകനും മരുമോളുമാണുള്ളതെന്ന് തോന്നുന്നു. ഇവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തിലേക്കൊക്കെ വരുന്നു. അപ്പോൾ ഇവരുടെ കുഞ്ഞു കുഞ്ഞ് രഹസ്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എല്ലാ മനുഷ്യരുടെ അവരുടെ ജീവിതത്തിൽ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ അമ്മയുടെ ജീവിതത്തിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നുള്ള രീതിയിലൊരു കോൺവെർസേഷനാണ് പിന്നെ ട്രെയിലറിൽ കാണുന്നത്. അവർക്ക് ഓർമ്മ നഷ്ടപ്പെടുകയും അവർ പലയിടത്തും ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ഓർമ്മകളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മകൻ്റെയും ഭാര്യയുടെയും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല രസമുള്ള, അതായത് കമ്പൽ ചെയ്യുന്നൊരു സിനിമയാണ്. ഇതൊന്ന് കണ്ടു നോക്കും. ഇതിനകത്തൊരു നല്ല സിനിമയുണ്ട് എന്നുള്ള ഫീല് ട്രെയിലറിൽ എനിക്ക് തന്നിട്ടുള്ള സിനിമയാണ്. യാതൊരു മുൻവിധികളും ഇല്ലാതെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സിനിമകളുടെയൊക്കെ ട്രെയിലർ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ പുറകിലാര് മുന്നിലാര് എന്നുള്ളതൊന്നുമല്ല. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അട്രാക്റ്റീവായി തോന്നി എന്നുള്ളതാണ്. നിങ്ങളും കണ്ടു നോക്കൂ. പുരാതൻ എന്നാണ് സിനിമയുടെ പേര്. ട്രെയിലർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തതൊരു കന്നഡ പടമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കന്നഡ പടങ്ങൾ റിലീസാവുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളുള്ളതെങ്കിൽ, ഈ സിനിമയുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോയുടെ
താഴെ കമൻറ്റായിട്ട് ഇട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാൻ. എനിക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം വീഡിയോ ആയിട്ട് ചെയ്യുമായിരുന്നു. അജ്ഞാതവാസി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അതിൻ്റെ സ്പെല്ലിംഗ് ഞാൻ കൊടുക്കാം. ഇറ്റ്സ് സോ ടെംപ്റ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എന്നാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണത്. അതിൻ്റെ ട്രെയിലർ കട്ട്സ് അവർ എഡിറ്റിംഗ് പാറ്റേൺ ചെയ്തിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ ഒരു മ്യൂസിക് പരിപാടിയാണെങ്കിലും ആക്ടേഴ്സ് പെർഫോമേഴ്സ് ആണെങ്കിലും ആ ട്രെയിലർ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ ഈ കന്നഡയിലും തെലുങ്കിലും ഒക്കെ ഇട്ട് ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങാറുണ്ട്. എന്ന് വെച്ചാൽ ചവറ് പോലെ പടങ്ങളുണ്ട് നമ്മൾ ട്രെയിലേഴ്സ് കാണാനിരുന്നു കഴിഞ്ഞാൽ. പക്ഷേ അതിനകത്ത് ചിലത് മാത്രമാണ് നമ്മളിങ്ങനെ ഹുക്ക് ചെയ്യുക. ഇതിനകത്ത് എന്തുണ്ടല്ലോ എന്ന് പറയുന്നൊരു കാര്യം. ഇവിടെ ഒരു കൊലപാതക കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ അന്വേഷണ പരിപാടികളാണ്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന, അതിൽ പ്രതിയാകാൻ സാധ്യതയുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഈ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രണയവും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു രസമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ട്രെയിലർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് ഭയങ്കര രസമുണ്ടത്. അജ്ഞാതവാസി എന്നാണ് സിനിമയുടെ പേര്. പിന്നെ ഒരു തെലുങ്ക് പടമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വിയറ്റ്നാം കോളനി വൈബാണ് ട്രെയിലറിൽ നിന്ന് കിട്ടിയത്. നമ്മുടെ നായകൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അയാൾ ഒരു ഗ്രാമത്തിലേക്ക് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പോകുന്നു. അയാളുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിൽ ഒരുപാട് പഴയ ശീലങ്ങളുള്ള ഗ്രാമവാസികളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇയാൾ ടൗണിൽ നിന്നാണ് വരുന്നത്. അവിടെ ഒരു നായികയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രേമം, ഇയാൾ അവിടെ നിന്ന് ഒരു കല്യാണം കഴിക്കാൻ നിർബന്ധിതനാവുന്നു എന്നൊക്കെ പറയുന്ന ഒറ്റ കുറേ കാര്യങ്ങളാണ്. നല്ല രസമുണ്ട്. ട്രെയിലർ ഭയങ്കര കളർഫുള്ളാണ്, നല്ല മ്യൂസിക്കാണ്. പിന്നെ കുറച്ച് ഹ്യൂമർ പരിപാടികളൊക്കെ വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അക്കട അമ്മായി ഇക്കട അബ്ബായി എന്നാണ് സിനിമയുടെ പേര്. അമ്മായി എന്ന് പറയുന്നത് പെൺകുട്ടി എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ അക്കട അമ്മായി എന്നല്ല. അക്കട അമ്മായി ഇക്കട അബ്ബായി എന്നാണ് സിനിമയുടെ പേര്. ട്രെയിലർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒരു രസമുള്ള, വെറുതെ കാണാവുന്ന, ചുമ്മാ ചിരിക്കാൻ വേണ്ടിയിട്ട് കാണാവുന്ന ഒരു പടം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഒഡിയ ഭാഷയിൽ വരുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടു. ഡസ്റ്റ്ബിൻ എന്നാണ് അതിൻ്റെ പേര്. അതായത് ഒരു വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്ന ഒരാൾ. പുള്ളി ശബ്ദമൊക്കെ നന്നായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പുള്ളി ഫോൺ വിളിക്കുന്നുണ്ട്, ഭാഷാ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുള്ളി ഒരുപാട് പെൺകുട്ടികളെ ഫോൺ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ എലമെൻറ്റുകൾ കാണുന്നുണ്ട്. എനിക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ ലീഡ് ആർട്ടിസ്റ്റിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. വിഷ്വലി ആണെങ്കിലും ഒന്നും ഭയങ്കര സംഭവം എന്ന് പറയുന്ന ആ സാധനമല്ല, പക്ഷേ നല്ല പെർഫോമൻസിന് സാധ്യതയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ. അതായത് ഒരു കേസ് അന്വേഷണം അല്ലെങ്കിൽ ഒരുപാട് കൊലപാതകങ്ങളുടെ അന്വേഷണം, ഈ പ്രതി തന്നെ പോലീസുകാരോട് സംസാരിക്കുന്നത് പോലെ ആ രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കൊരു പ്രതീക്ഷയുണ്ട് അതൊരു നല്ല പടമായി വരാൻ സാധ്യതയുണ്ട് എന്ന്. നല്ലൊരു സ്ക്രിപ്റ്റ് അതിനുണ്ടാവും എന്നാണ് തോന്നുന്നത്. കാണാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് ആ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഭയങ്കര രസം തോന്നിയ ഒരു ട്രെയിലറുണ്ട്. കന്നഡ പടമാണ്. വിദ്യാപതി എന്നാണ് സിനിമയുടെ പേര്. വിദ്യ എന്ന് പറയുന്ന ഒരു അഭിനേത്രി, അവരൊരു സൂപ്പർ സ്റ്റാറാണ്. ഒരുപാട് ഗ്ലാമർ വേഷങ്ങളൊക്കെ ചെയ്യുന്നു. എല്ലാവരും കൊതിക്കുന്ന ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് അവളുടെ ഭർത്താവായി കടന്നു വരുന്ന ആൾ. അപ്പോൾ അയാൾ വിദ്യയുടെ പതി ഞാനാണ്, വിദ്യാപതി എന്നുള്ള അർത്ഥത്തിലാണ് സിനിമയ്ക്ക് ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ കുറച്ച് ഗുണ്ടകളുടെയൊക്കെ കയ്യിൽ നിന്ന് ഭാര്യയെ രക്ഷിക്കാൻ നോക്കേണ്ടി വരുമ്പോൾ പുള്ളിക്ക് തല്ല് കിട്ടുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഭാര്യയുടെ അടുത്തുനിന്ന് പിരിയോ അങ്ങനെ എന്തൊരു സിറ്റുവേഷൻ സംഭവിക്കുന്നുണ്ട്. ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതിനുശേഷം ഇയാൾ ഇടിക്കാൻ പഠിക്കാൻ പോവാണ്. ഈ പുള്ളീനെ കൊണ്ട് അതൊന്നും പറ്റില്ല. അതായത് വൻ കോമഡി ആയിട്ടാണ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുങ്ഫു പഠിക്കാൻ പോകുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്നു. അവസാനം ഒരു ഭിക്ഷക്കാരനായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഭിക്ഷക്കാരനെ പോലെയുള്ള ഒരാൾ ഒരുപാട് പേര് ഇടിച്ചിരുന്നത് കണ്ടിട്ട് അയാളുടെ അടുത്ത് പഠിക്കാൻ പോകുന്നു. അതിനുശേഷം ഇയാൾ തല്ലുമോ ജയിക്കുമോ എന്നൊക്കെ ഉള്ളതാണ് സിനിമയിൽ കാണിക്കുന്നത് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാട്ടും പിന്നെ വീഡിയോൻ്റെ കട്ട്സും കാര്യങ്ങളൊക്കെ ചേരുമ്പോൾ ചുമ്മാ കണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇത് തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ആ ഒരു ആംഗിളിലല്ല പറയുന്നത്. പക്ഷെ അല്ലാതെ ആണെങ്കിൽ നമുക്ക് കാണാനൊരു അവസരം കിട്ടിയാൽ ചുമ്മാ കണ്ടു നോക്കണമെന്ന് തോന്നുന്നില്ല. കൊള്ളാലോ പരിപാടി എന്നുള്ള ഒരു ഫീല് തന്നിട്ടുള്ള പടമാണ്. പടത്തിൻ്റെ പേര് വിദ്യാപതി എന്നാണ്. ഈ വിദ്യാപതി ഒഴിച്ച് ഇത്രയും നേരം ഞാൻ പറഞ്ഞ സിനിമകളൊക്കെ ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് റിലീസാവുന്നത് കേട്ടോ. പിന്നെ ഒരു ഇംഗ്ലീഷ് ത്രില്ലർ പടം വരുന്നുണ്ട്. ഡ്രോപ്പ് എന്നാണ് പടത്തിൻ്റെ പേര്. DROP. ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു 8-10 വയസ്സുള്ള കൊച്ചിൻ്റെ അമ്മയാണ്. അവരുടെ ഭർത്താവില്ലെന്ന് തോന്നുന്നു. അവരെന്തായാലും ഒരാളെ ഡേറ്റിന് പോവുകയാണ്. അങ്ങനെ ഡേറ്റിന് പോകുന്ന സമയത്ത് അവരുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഡേറ്റ് ചെയ്യാൻ പോകുന്ന ആളെ കൊല്ലുക എന്നുള്ളതാണ് ഇവർക്ക് ഈ മെസ്സേജുകൾ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പാരലലി ഇവരുടെ കുഞ്ഞിനെ ഒരു സ്ത്രീ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. ആ സ്ത്രീയുടെ ജീവനും ഈ കുട്ടിയുടെ ജീവനും അപകടത്തിലാണ്. ഇവരെ കൊല്ലണ്ടെങ്കിൽ നീ അവനെ കൊല്ലണം എന്നുള്ള രീതിയിലാണ് ഇവർക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമയിൽ ചുരുളഴിയാൻ സാധ്യതയുള്ളത്. പക്ഷേ ട്രെയിലർ നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ കണ്ടിരിക്കുന്ന അത്രയും സമയം നമ്മളതിൽ ഹുക്കായിട്ടിരിക്കുക എന്ന് പറയില്ലേ, ഭയങ്കര പുതുമയുള്ള വൻ സംഭവമായിട്ടുള്ള എന്നുള്ളതൊന്നുമല്ല. പക്ഷേ കണ്ടിരിക്കുന്ന അത്രയും സമയം തിയേറ്ററിൽ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറായിരിക്കും ഡ്രോപ്പിൻ്റെ ദൈർഘ്യം വരാൻ സാധ്യതയുള്ളത്. അത്രയും സമയവും നമ്മൾ അതിൻ്റെ അകത്ത് ഹുക്കായിട്ടിരിക്കും. എന്ന് പറയുന്ന പോലെ ത്രില്ലടിപ്പിച്ച് ഈ സീറ്റിൻ്റെ തുമ്പത്തേക്ക് വരുമോയെന്നറിയില്ല. എന്നാലും അത്യാവശ്യം ത്രില്ലടിച്ച് കാണാവുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഡ്രോപ്പിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ആനിമേഷൻ സിനിമയാണ്. ഡോഗ് മാൻ എന്നാണ് സിനിമയുടെ പേര്. എല്ലാ കാര്യങ്ങളും സഹായിക്കാനൊക്കെ ഓടിയെത്തുന്ന ഒരു പോലീസുകാരൻ. പുള്ളിയുടെ പട്ടിയുണ്ട്. ഒരു പ്രത്യേക അപകട സ്ഥിതിയിൽ വെച്ച് പട്ടിയുടെ ബോഡിയും
ഇയാളുടെ തലയും വർക്കാവാത്തൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ പട്ടിയുടെ തലയെടുത്ത് ഈ മനുഷ്യൻ്റെ ഉടലിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അയാൾ ഡോഗ്മാനായിട്ട് മാറുന്നു. പട്ടിയുടെ സ്വഭാവ സവിശേഷതകളുണ്ട്, പക്ഷേ ആ മനുഷ്യൻ ആർജിച്ചിട്ടുള്ള കഴിവുകളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് അവർ കേസന്വേഷണം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള ഹ്യൂമർ പരിപാടികളൊക്കെയാണ് പിള്ളേർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു, പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് ഉണ്ടല്ലോ, ആ ഇന്നർ ചൈൽഡിനെയും കൊണ്ടുപോയി കാണാവുന്ന രസമുള്ളൊരു പടം. വെച്ചാൽ ട്രെയിലർ കാണുമ്പോൾ നല്ല രസമുണ്ട്, അങ്ങനെ ഒരു ജിൽ ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാണാവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഡോഗ്മാൻ ഫീൽ ചെയ്തത്. നിങ്ങൾ ട്രെയിലർ കണ്ടു നോക്കിയിട്ട് വിലയിരുത്തുക. ട്രെയിലർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജാക്ക് എന്ന് പറയുന്നൊരു തെലുങ്ക് പടം 10-ാം തീയതി റിലീസിന് എത്തുന്നുണ്ട്. കേരളത്തിൽ റിലീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിദ്ധു ജൊനൽഗഡ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയാണിത്. പുള്ളി അവിടുത്തെ ബഡ്ഡിംഗ് സ്റ്റാർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ അതിൻ്റെ ഒരു കഥയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഏജന്റ് സിനിമയുടെ കഥയൊക്കെ പോലെയാണ്. അതായത് ഗവൺമെൻറ് ഏജൻസി പല ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. പ്രകാശ് രാജാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് പാരലായിട്ട് വന്നു കയറിയിട്ടുള്ള ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മൾ കാണുന്ന ഇത്തരം ഏജൻസികളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളുകളുടെ വേഷഭൂഷാദികളും സ്വഭാവത്തിൽ നിന്നൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് കോളേജിൽ നിന്ന് ചാടി ഇറങ്ങി ഇവിടേക്ക് എന്താ കാര്യം എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ കൗണ്ടർ അടിച്ച് വെറുതെ വിട്ടുപോകുന്ന ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ആൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിട്ട് ഇയാൾ വരുന്നു. തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുക, ഡ്രഗ്സ് കണ്ടുപിടിക്കാൻ നശിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ പ്രകാശ് രാജും ഇദ്ദേഹവും തമ്മിൽ ആദ്യം ഒരു പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് ഇവർ ഒരുമിച്ച് നീങ്ങുകയും ചെയ്യുന്ന ഒരു പാറ്റേണിലായിരിക്കും പോകാൻ തോന്നുന്നു. ട്രെയിലർ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത്. ട്രെയിലർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാർഫെയർ എന്ന് പറയുന്നൊരു സിനിമ വരുന്നുണ്ട്. ഹോളിവുഡിൽ ഇങ്ങനെയുള്ള സിനിമകൾ ഇടയ്ക്ക് വരാറുള്ളതാണ്. ഇത് 2006 ഇറാഖിൽ യുദ്ധസമയത്ത് എതിരാളികളുടെ, അതായത് തീവ്രവാദികളുടെ ഇടയിൽപ്പെട്ടു പോകുന്ന കുറച്ച് പട്ടാളക്കാർ. അപ്പോൾ അത് കുറച്ച് പ്രശ്നകരമായിട്ടുള്ളൊരു കാര്യമാണ്. സിവിലിയൻസ് ഉണ്ട് ചുറ്റും. അപ്പം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ബോംബിട്ട് എല്ലാവരും രക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതും ഇത് കുറേ ഉദ്വേഗം നിറയുന്ന കുറേ സമയത്തിൻ്റെ അല്ലെങ്കിൽ ഒത്തിരി സമയം കൊണ്ട് ഇവർ പുറത്തിറങ്ങി വരുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ ഇടയ്ക്ക് കുറച്ച് ആളുകൾ മരിച്ചു എന്ന് വരും. പിന്നെ എത്ര ജീവനോടുകൂടിയാണ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുക എന്നറിയില്ല എന്ന് പറയുന്ന ആ ഒരു ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ കുറച്ച് സമയം നിർത്തുക എന്ന് പറയുന്ന ഇതൊരു ടിപ്പിക്കൽ പാറ്റേൺ ആണ്. ഒത്തിരി സിനിമകൾ ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ രസമാണ്. ഇതിപ്പോൾ ഒത്തിരി ആവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ അവരെങ്ങനെ രക്ഷപ്പെടും, അമ്മേ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നു, അയ്യോ ഇങ്ങനൊരു സംഭവം എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ വാഗോണ്ട് പറയണമെന്നല്ല, നമ്മുടെ ഉള്ളിൽ അങ്ങനെ തോന്നുമല്ലോ. അങ്ങനെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ പറ്റുന്ന ഒരു പടമായിരിക്കും വാർഫെയർ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. 11-ാം തീയതി റിലീസാണ്. ട്രെയിലർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഭൂലെ എന്നൊരു സിനിമ റിലീസ് ആവുന്നുണ്ട്. ജ്യോതിബ ഭൂലെ എന്ന വ്യക്തിയുടെ ജീവിതകഥ ആസ്പദമാക്കി വരുന്ന സിനിമയാണ്. അദ്ദേഹവും ഭാര്യയും അവർ നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ വർഷങ്ങൾ നീണ്ടുനിന്ന ജാതീയതയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയൊക്കെ കുറിക്കുന്ന ഒരു സിനിമയാണിത്. അതിൽ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 100 വർഷമാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചത്, പക്ഷേ 3000 വർഷമായി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജാതീയതക്കെതിരെയാണ് എൻ്റെ പോരാട്ടം എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ കാണിക്കുന്ന അദ്ദേഹവും ഭാര്യ സാവിത്രി, ജ്യോതി സാവിത്രി എന്നുള്ള രീതിയിലാണ് അവർ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ജീവിത കഥയെ അടുത്തറിയാൻ വേണ്ടി, അങ്ങനെയുള്ള പോരാട്ടങ്ങളെ അടുത്തറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ സിനിമ സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്. പ്രതീക് ഗാന്ധിയാണ് ജ്യോതിബ ഫൂലെ ആയിട്ട് സ്ക്രീനിൽ വരുന്നത്. മ്യൂസിക്കലി ആണെങ്കിലും വിഷ്വലി ആണെങ്കിലും ഒക്കെ ഒരു കാണാനുള്ള സിനിമ എന്ന് വെച്ചാൽ ഒരു സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് നമ്മളെ വെറുപ്പിക്കുക ബോറടിപ്പിക്കുക എന്നുള്ളതല്ല, കാണാനുള്ളൊരു സിനിമയുണ്ട് എന്ന് ഫീൽ ചെയ്തു. പിന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ കൂടെയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പടം ഉറപ്പായിട്ട് ഞാൻ തിയേറ്ററിൽ പോയി കാണും. ദി അമച്ചർ എന്നാണ് സിനിമയുടെ പേര്. ഒരു CIA ഓൺ ഡെസ്ക് ഏജന്റ്, അതായത് പുറത്തിറങ്ങി പണിയെടുക്കുന്നതല്ല, ഡെസ്കിലിരുന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുക. അത് ആക്ച്വലി അത്രയും തല വേണ്ടുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ ചില സമയത്തെങ്കിലും ഫീൽഡ് ഏജന്റും ഇവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഫീൽഡ് ഏജന്റും ഭയങ്കര ഇവർ അത്ര പോരാ എന്നുള്ള രീതിയിലൊക്കെ വരും. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. പുള്ളി നേരെ ഏജൻസി ചെന്നിട്ട് പറയാണ്, എനിക്ക് മറ്റൊരു ഐഡൻറ്റിറ്റിയും കുറച്ച് പൈസയും ആയുധങ്ങളും വേണം, എൻ്റെ ഭാര്യയെ കൊന്നവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അപ്പോൾ അവരൊക്കെ കളിയാക്കി വിടുന്നുണ്ട്. അതുപോലെ ചില ഫീൽഡ് ഏജൻറ്റുമാരുമായിട്ട് പുള്ളി കോൺടാക്ട് ചെയ്യുമ്പോൾ അവരും ഇയാളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, കാര്യം പുള്ളിക്ക് ഒരു തോക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുകയാണ്. പക്ഷേ പുള്ളി ഈ കൊലപാതകം നടത്തിയ ആളുകളെയൊക്കെ ട്രാക്ക് ചെയ്ത് അവരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് പണി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നല്ല 8ൻ്റെ പണി കൊടുക്കുകയാണ്. അവസാനം ഈ ഏജൻസിക്കും അതൊരു തലവേദനയാണല്ലോ, ഇയാൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ച് നടക്കുന്നു. അപ്പോൾ ഇവർ തന്നെ മനസ്സിലാക്കുന്നു അയാളെ നമ്മൾ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഫൈറ്റ് ഉണ്ട്. ഭാര്യയെ കൊന്നവരോട് പ്രതികാരം ചെയ്യുക, പ്ലസ് ഈ പറയുന്ന സ്വന്തം ഏജൻസി തന്നെ ഒരു പക്ഷേ അയാളെ പിടിക്കാൻ വരുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. റാമി മലേക്കാണ് ആ വേഷം ചെയ്തിട്ടുള്ളത്. അത് ഗംഭീര പരിപാടിയായിരിക്കും. എന്ന് വെച്ചാൽ ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ നമ്മൾ ഈ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളുടെ ഒപ്പം തന്നെ ചേർത്ത് വെക്കുന്ന ഒരു വൻ പരിപാടിയാവാനുള്ള, എന്ന് വെച്ചാൽ തിയേറ്ററിൽ കണ്ടിരിക്കുന്ന അത്രയും സമയം നമ്മൾ ഹുക്കായിട്ട് അയാളുടെ ആ ഒരു തലച്ചോറൊക്കെ കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന, എന്ന് വെച്ചാൽ പുറത്തിരുന്ന തലച്ചോറല്ല, അയാളുടെ തല കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന അങ്ങനത്തെ ഒരു പടമായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ, ഇത്രയും സിനിമകളാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ. അതിൽ കാണാൻ പറ്റുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് താമസിക്കും, ഇപ്പം കൊൽക്കത്തയിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ
ചെന്നൈയിലാണ് താമസിക്കുന്നത്, ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ ആണുള്ളത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചില സിനിമകൾ, ഞാൻ പറഞ്ഞിട്ടുള്ള ചില സിനിമകൾ കാണാൻ പറ്റിയേക്കും. അങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ ആ സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ണി വ്ളോഗ്സ് ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അതിലേക്കും ആ മെസ്സേജൊക്കെ ഒന്ന് അയക്കുക. അങ്ങനെ ഗംഭീര സിനിമയായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എവിടം വരെ പോയിട്ടാണെങ്കിലും സിനിമകൾ കാണും. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.